സൂര്യകുമാരിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പം ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് തൊടുപുഴയിലെ ശാന്തിഗിരി കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിലാണ്. ഇവിടെ നമ്മുടെ കുട്ടികളൊക്കെ റെഡിയായിരിക്കണം. അവർ ഫുൾ പാക്ഡ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുട്ടികളാണ്. നമുക്കേതായാലും അങ്ങോട്ട് പോകാം. കമോൺ. എടാ ചെകുത്താന് പറഞ്ഞ ചെകുത്താനെ, ഇത് മറ്റൊന്നുമല്ല, മമ്മൂക്ക പറഞ്ഞ ഒരു മാസ് ഡയലോഗാണ്. ചിത്രം ബ്ലാക്ക്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു കോമ്പിനേഷനായിരുന്നു മമ്മൂക്കായും ആക്ടർ ലാലും തമ്മിലുള്ളത്. ഈ ഒരു തീപ്പൊരി സീൻ ആണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. അവരെങ്ങനെ അതിനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് എന്തെല്ലാം നേടി നീ? ഈ ചുവരുകൾക്ക് മിട്ടിരിക്കുന്ന കുപ്പായത്തിനും തിന്നുന്ന ചോറിനും ചോരയുടെ രുചിയും മണവുമല്ലേടാ. കട്ടും കടത്തിയും നീ ഉണ്ടാക്കിയ നോട്ടുകെട്ടുകൾക്ക് മുകളിൽ എന്തെങ്കിലും നീ സ്വസ്ഥമായി കിടന്നുറങ്ങിയിട്ടുണ്ടോ? ചെയ്ത പാവങ്ങൾക്കൊക്കെ ശമ്പളം പറ്റിയവരാ നമ്മള്. മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്തൊരു കൊച്ചിന്റെ രൂപത്തിൽ എനിക്കും കട്ടിൽ ചങ്ങലിൽ കിടക്കുന്ന ഭാര്യയും ആ പാവം മോനും നിനക്കും. മാനസാന്തരം നീ എത്ര അറപ്പോടെ പറയേണ്ട വാക്കല്ല. മനുഷ്യനായി, ഒരു വെറും മനുഷ്യനായി ജീവിക്കാൻ എന്നെ വിട്ടേക്കെന്നേ നിന്നോട് ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ പേരിൽ നീ എനിക്ക് വിധിച്ച ശിക്ഷ മരണമായിരുന്നു. ഇല്ല പടവീട, ഷൺമുഖനല്ല, ചാവേണ്ടത് നീയാണ്. അപ്പോൾ ശാന്തിഗിരിയിലെ കുട്ടികൾ വളരെ ശാന്തമായി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, വളരെ എനർജറ്റിക് ആയിട്ട് ഫുൾ പാക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ തുടക്കം തന്നെ ഞാൻ വിളിക്കുന്നു ആൻ തെരേസ. ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ടോ? ഇല്ല. ബ്യൂട്ടിഫുൾ കണ്ണാണ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഏത് നമ്മൾ പഠിക്കുന്നത്? ഞാൻ BCA. എന്തൊരു ടെൻഷൻ ഉണ്ടെന്ന് ചെറുതായിട്ട്. നല്ല മനോഹരമായിട്ട് ആൻ തെരേസ പാടുമെന്നാണ് ഞാൻ കേട്ടത്. ഇവിടെ കോളേജിൽ എല്ലാവരും പറയുന്നു ആൻ തെരേസ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സിംഗർ എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും കേട്ട് നോക്കാം. എവിടെ, നാടെവിടെയാണ്? ഞാനിവിടെ മടക്കത്താനം, തൊടുപുഴ അടുത്ത് തന്നെ. അപ്പോൾ അതാ മൈക്ക് പിടിച്ചു. തിത്തേ തിത്തേ നൃത്തം വെക്കും പൂന്തെന്നൽ, മുത്തം വെക്കാനെത്തുന്നുണ്ടേ പല്ലക്കിൽ, എന്തേ പോരാത്തു വാവേ വാവാച്ചി. കുഞ്ഞിക്കൊരു കുത്തി നുള്ളിപ്പറിച്ചിട്ട് പിന്നിക്കൊരുത്തൊരു മാല തീർക്കാം. തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമാനെ കൊണ്ടുത്തരാം. ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം, കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. നല്ല ഗംഭീരമായിട്ട് തന്നെ പാടി. അപ്പം 2K കിഡായതുകൊണ്ട് ഞാൻ കരുതി വന്നിട്ട് മറ്റേ റാപ്പ് പോലെ കൊച്ചിക്കായലിൽ തല്ലിയിട്ടാൽ പോലും എന്താ കിറുക്കന്മാർക്ക് തന്നെ കിട്ടൂല എന്നൊക്കെ പറഞ്ഞുള്ള പാട്ട് പാടുമെന്ന് വിചാരിച്ചത്. പക്ഷേ വളരെ മനോഹരമായ ഹൃദയത്തിൽ തൊട്ടുള്ള ഒരു പാട്ടായിരുന്നു. അതൊരു പ്രത്യേക ഐഡി കൊടുക്കുക. കോളേജിനെ കുറിച്ചൊരു 2 വാക്ക് പറയും. ശാന്തിഗിരി കോളേജിനെ കുറിച്ച്. വളരെ നല്ല കോളേജാണ്. എല്ലാവരും വരണം. എല്ലാവരും വരണോ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആക്ടിങ്ങിലേക്ക് പോകാം അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, റെഡി, ആക്ഷൻ. ഇപ്പോഴാണോ? ഓക്കെ, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ആക്ട് ചെയ്താൽ മതി. വേണ്ട, ആരായിരുന്നാലും ശരിയാ, ഇവ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ, എന്നാ രക്ഷപ്പെട്ട്. തുടങ്ങട്ടെ? ഞാൻ ആക്ഷൻ പറയട്ടെ? വേണ്ടേ? ഓക്കെ, 1 2 3 സ്റ്റാർട്ട്.
എടാ ചെകുത്താന് പറഞ്ഞ ചെകുത്താനെ എന്നിട്ട് എന്തെല്ലാം നേടി നീ? 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. ഈ ചുവരുകൾക്കും ഇട്ടിരിക്കുന്ന കുപ്പായത്തിനും തിന്നുന്ന ചോറിനും എല്ലാം ചോരയുടെ രുചിയും മണവുമല്ലേ? കട്ടും കടത്തിയും നീ ഉണ്ടാക്കിയ കട്ടും കടത്തിയും നീ ഉണ്ടാക്കിയ നോട്ടുകെട്ടുകൾക്ക് മുന്നിൽ എന്തെങ്കിലും നീ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ? ചെയ്ത പാപങ്ങൾക്കൊക്കെ ശമ്പളം പറ്റിയരാ നമ്മള്. മിണ്ടാനും കേൾക്കാനും ത്രാണില്ലാത്ത ഒരു കൊച്ചിന്റെ രൂപത്തിൽ എനിക്കും, കട്ടിലിൽ ചങ്ങലയിൽ കിടക്കുന്ന ഭാര്യയും ഒരു പാവം മോനും നിനക്കും. മാനസാന്തരം നീ അത്ര അറപ്പോടെ പറയേണ്ട കാര്യമല്ല, വാക്കല്ല. മനുഷ്യനായി, വെറും ഒരു മനുഷ്യനായി ജീവിക്കാൻ എന്നെ വിട്ടേക്കുമെന്ന് ഞാൻ പറഞ്ഞോളൂ. അതിന് നീ എനിക്ക് വിധിച്ച ശിക്ഷ മരണമാണ്. ഇല്ല പടവീട ഷൺമുഖനല്ല, ചാവേണ്ടത് നീയാണ്. ആട്ടുംകാട്ടും വറുത്തുപ്പേരും കണ്ടാലറിയാത്ത പിള്ളേരും കൊണ്ട് മേലോൽ എന്റെ അടുത്ത് വരരുത്. പഠിച്ച് അത് ബാക്കി എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താണ് പേര്? അശ്വിൻ 2 അശ്വിനുണ്ട്, അവിടെയും പോയി. എന്താണ് പേര് ശരിക്കും പറയുന്നത്? അശ്വിനസ്. നാടെവിടെയാണ്? കല്ലൂർക്കാട്. ഇതാണ് കോൺഫിഡൻസ്. അപ്പോൾ തുടങ്ങിയത് നോക്കി. റെഡി, ആക്ഷൻ. ചെകുത്താന് പറഞ്ഞ ചെകുത്താനെ, ചെകുത്താന് പറഞ്ഞ ചെകുത്താനെ എന്നിട്ട് നീ എന്താണ് നേടിയത്? ഇതാണോ മാസ്? ആക്ഷൻ മാത്രമുണ്ട്, തിരിച്ചോട്ടാ ചെകുത്താൻ പറഞ്ഞ ചെകുത്താൻ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഈ ചുമരുകൾക്കും ഇടുന്ന കുപ്പായത്തിനും ചുമരുകൾക്കും ഇട്ടിരിക്കുന്ന കുപ്പായത്തിന് അങ്ങനൊക്കെ ഈ ചുമരുകൾക്കും ഇവിടെയുള്ള ചുമര്. ഇത് വിശ്വസിക്കാൻ ഞാൻ ആരാന്നാടാ നീ വിചാരിച്ചത്? ഈ മണ്ണനാണെന്നോ? ചുമരുകൾക്കും ഇടുന്ന കുപ്പായത്തിനും തിന്നുന്ന ചോറിനും ചോരയുടെ മണവും രുചിയുമാണുള്ളത്. കട്ടും കടത്തി നീ എന്തെല്ലാം നേടി നീ. പക്ഷെ അവിടെ ലാലേട്ടനായി പോയി. മമ്മൂട്ടി പത്രം പോരല്ലോ, നമുക്ക് ലാലേട്ടൻ നമ്മള് ലാലേട്ട ഫാനാണ്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ഐ മീൻ ലോക പരാജയം. കട്ടും കിടത്തിയും ഉണ്ടാക്കിയ നോട്ടുകെട്ടുകളിൽ നീ സമാധാനമായി കിടക്കൂ, അങ്ങനെയുണ്ടല്ലേ? ഇതുപോലെ ചെയ്ത പാവങ്ങൾക്കെല്ലാം നമ്മൾ ശമ്പളം പറ്റിയവരാ. അത്രേ ഉള്ളൂ. താങ്ക് യു ഏട്ടാ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷമായി. നല്ല രീതിയിൽ അടുത്ത സുഹൃത്തുക്കളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കേട്ടു. അത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. നമ്മൾ മാത്രം വിജയിക്കാതെ കൂടെ നിൽക്കുന്നവരെയും കൂടി വിജയിപ്പിക്കുന്ന ആഫ്രിക്കൻ്റെ ഒരു ഫിലോസഫി ഉണ്ട്. അതിന് ഉബുണ്ടു എന്നാണ് പറയുന്നത്. അല്ല, സീരിയസ്ലി പറയുകയാണ്. ആഫ്രിക്കയിൽ പിന്നെ എന്താണ് ഒരാൾ, ഒരു സയൻറ്റിസ്റ്റോ മറ്റോ, അദ്ദേഹം അവിടെ ചെന്നിട്ട് അവരെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയൊക്കെ പോയിരുന്നു. അപ്പോൾ ആഫ്രിക്കയിൽ കുറേ കുട്ടികൾ ഒരു പരീക്ഷണം നടത്തി. ഈ കുട്ടികൾ പരീക്ഷണമല്ല, ഒരു ഗെയിം ഇദ്ദേഹം കൊടുത്തു. ഒരു വലിയ ചോക്ലേറ്റ് ബോക്സ് വെച്ചിട്ട് ആദ്യം ഓടിച്ചെന്ന് ടച്ച് ചെയ്യുന്ന ആൾ ആ ബോക്സ് കംപ്ലീറ്റ് അയാൾക്ക് കൈക്കലാക്കാം. എന്നിട്ട് ആ കുട്ടികളുടെ അടുത്ത് റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടികൾ എല്ലാവരും ഒത്തൊരുമയായിട്ട് നിന്ന് ഒന്നിച്ചു പോയാണ്. ആ കഥ അറിയോ? ആ ഫിലോസഫിക്ക് പറയുന്ന പേരാണ് ഉബുണ്ടു. അപ്പോൾ അത് ആഫ്രിക്കയിലുള്ളതാണ്. അത് ശരിക്കും നമുക്ക് ഇവിടെയും അത് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആക്റ്റാണ് ഇദ്ദേഹം ഇവിടെ നടത്തിയത്. എനിക്ക് താൻ ഒറ്റയ്ക്ക് നിന്ന് വിജയിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മിണ്ടാതെ നിന്നിട്ട് താൻ വന്ന് പെർഫോം ചെയ്യും. അത് അങ്ങനെയാണ് ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ഇവിടെ കൂട്ടുകാരനെ കൂടി ഹെൽപ്പ് ചെയ്യുന്ന അതൊരു നല്ല ക്വാളിറ്റിയാണെന്ന് കൈവരിച്ചു കൊടുത്തത്. അപ്പോൾ റെഡി, നമുക്ക് തുടങ്ങാം. പേര്? മരിയ. എവിടെ നാട്? തൊടുപുഴയാണ്. ഇവിടെ ഏത് ക്ലാസ്സിൽ നമ്മൾ? ഞാൻ ബികോം ഫസ്റ്റ് ഇയർ. തുടങ്ങിയല്ലോ. പാട്ട് പാടും? ഇല്ല. റെഡി, ആക്ഷൻ. എടാ ചെകുത്താന്ന് പറഞ്ഞ ചെകുത്താനെ എന്നിട്ട് നീ എന്തെല്ലാം നേടി? ബാക്കി പറഞ്ഞോട്. നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം കേട്ടാ. ഉബുണ്ടു പറക്കണ്ട, ഉബുണ്ടു. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. ഈ ചുവരുകൾക്കും ഇട്ടിരിക്കുന്ന ഡ്രസ്സിനും തിന്നുന്ന ചോറിനും ചോരയുടെ മണവും രുചിയും ഉണ്ടല്ലോടാ. പാപത്തിന്റെ അല്ല,
ചെയ്ത പാപത്തിന്റെ ശമ്പളം പറ്റിയവരാണ് നമ്മൾ. കട്ടും കടത്തിയും ഉണ്ടാക്കി പണത്തിന് മേലിൽ നീ എന്തെങ്കിലും കിടന്നുറങ്ങിയിട്ടുണ്ടോ സ്വസ്ഥമായി? മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത ഒരു കൊച്ചിന്റെ രൂപത്തിൽ എനിക്കും, ചങ്ങലയിൽ കിടക്കുന്ന ഭാര്യയുടെ രൂപത്തിൽ നിനക്കും. മാനസാന്തരം അത് അറപ്പോടെ പറഞ്ഞ വാക്കല്ല. ഇത് പോരാ, എനിക്ക് ഇത്ര പറ്റുള്ളൂ. മനുഷ്യനായി, വെറും മനുഷ്യനായി ജീവിക്കാനേ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടുള്ളൂ, അല്ലേ? എങ്ങനെയത്? അതിന്റെ പേരിൽ നീ എനിക്ക് വിധിച്ചതോ മരണം? ഇല്ല പടവിടാ, ചാവേണ്ടത് ഞാനല്ല, നീയാണ്. താങ്ക് യു. അങ്ങനെയല്ലേ സാറേ? ഗംഭീരം, കലക്കി. ശരി, വിളിക്കാം. ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് ഒരു സുന്ദരി കുട്ടിയായ സോനയാണ്. സോന, എന്തൊക്കെയാണ് സോന വിശേഷങ്ങൾ? ഒരു സുഖം എന്ന് പറഞ്ഞാൽ അതിലൊരു ഒരു സുഖമില്ലായ്മ, വെള്ളമെല്ലാം കുടിക്കണം. നാടെവിടെയാണ്? ആ, ഓക്കെ. ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഇവിടെ ഒരുപാട് സിനിമകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അത് അങ്ങോട്ട് നോക്കിയാൽ ജനങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ നിൽക്കുമോ? ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ BCA സെക്കൻഡ് ഇയർ. എങ്ങനെയുണ്ട് കോളേജ്? സാറ് നല്ലതൊക്കെ പറയാൻ പറ്റുള്ളൂ. ആണോ സാറേ? യഥാർത്ഥത്തിൽ നല്ലല്ലേ? റെഡി, ആക്ഷൻ. എടാ ചെകുത്താൻ പറഞ്ഞ ചെകുത്താനെ, എന്നിട്ട് എന്തെല്ലാം നേടി നീ? ഈ ചുവരുകൾക്കും ഇട്ടിരിക്കുന്ന കുപ്പായത്തിനും തിന്നുന്ന ചോറിനും ചോരയുടെയും രുചിയുമാണോ മലയടാ? കട്ടും കടത്തിയും നീ ഉണ്ടാക്കി പണത്തിന് മേൽ എന്നെങ്കിലും നീ സമാധാനമായി കിടന്നുറങ്ങിയിട്ടുണ്ടോ? ചെയ്ത പാവങ്ങൾക്ക് ശിക്ഷ പറ്റിയവരാണ് നമ്മൾ. മിണ്ടാനും കേൾക്കാനും ത്രാണില്ലാത്തൊരു കൊച്ചിൻ്റെ രൂപത്തിൽ എനിക്കും, കിടക്കയിൽ ചങ്ങലിൽ കിടക്കുന്ന ഭാര്യയും ഒരു പാവമോനും നിനക്കും. മാനസാന്തരം അത്ര അറപ്പോടെ പറയേണ്ട വാക്കല്ല. മനുഷ്യനായി, ഒരു വെറും മനുഷ്യനായി ജീവിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. അതിന് നീ എനിക്ക് തന്ന ശിക്ഷ മരണമായിരുന്നു. ഇല്ല പടവിട, ഷൺമുഖനല്ല, ചാവേണ്ട നീയാണ്. ഇത്തിരി വെള്ളം കൊണ്ടുപോടെ ആരെങ്കിലും. അതും പ്രതീക്ഷിക്കണ്ടേ. എന്താണ് പേര്? എൻ്റെ പേര് അലൻ ബിനു. അതെ, ഞാൻ വീണ്ടും എൻ്റെയൊക്കെ വരികയാണ്. എന്തായാലും നിൻ്റെ അടുത്തല്ലേ ചോദിക്കുന്നത്? അലൻ ബിനു. അലൻ ബിനു എവിടെയാണ്? നാട് എവിടെയാണ്? വണ്ണപ്പുറം. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം. ഞാൻ പിടിച്ചോളാം, കുഴപ്പമില്ല. റെഡി? അവിടെ നോക്കി പറയണം പിന്നെ. റെഡി, ആക്ഷൻ. ചെകുത്താന് പറഞ്ഞ ചെകുത്താനെ, എന്നിട്ട് എന്തെല്ലാം നേടി നീ? നീ വലിഞ്ഞു കയറി വല്ല വിവരക്കേടും പറഞ്ഞ് കരക്കാർക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. ഞാൻ പറഞ്ഞു, ഞാൻ പിള്ളച്ചേട്ടനോട് സംസാരിക്കുന്ന പോലെ കരുതിയോ? ഈ ചുവരുകൾക്കും ഇട്ടിരുന്ന കുപ്പായത്തിനും തിന്ന ചോറിനും ചോരയുടെ രുചിയും മണമല്ലടാ. കട്ടും കടത്തി നീ ഉണ്ടാക്കിയ നോട്ടുകെട്ട മണ്ടേ നീ സ്വസ്ഥമായി ഇറങ്ങി നീ ഉറങ്ങിയിട്ടുണ്ടോ? ചെയ്ത പാവങ്ങൾക്ക് ശമ്പളം പറ്റിയാണ് നമ്മൾ. മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത ഒരു കുഞ്ഞും ഒരു കുഞ്ഞെനിക്കും പിന്നെ ചെങ്ങല് ബന്ധിച്ച് നിൽക്കുന്ന ഒരു ഭാര്യയും കുട്ടി നിനക്കും. മാനസാന്തരം ഈ തറപ്പോടെ നീ പറയുന്നുണ്ടല്ലോ, പറയേണ്ട വാക്കല്ല. വെറും മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയുള്ള വാക്കാണ്. ജീവിക്കാൻ വേണ്ടി നിനക്ക് രക്ഷപ്പെടല്ലോ ഇവിടുന്നല്ലേ? കൂടുതൽ ചളവാക്കാ, നീ പോരെ. വിടാനല്ലേ വിധിച്ചത്? വിടാനല്ലേ? ചോദിച്ചോളൂ. അതിനെ കുറിച്ച് ശിക്ഷ മരണമല്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? മരണമാണ്. ഈ പടവിടാതൊക്കെയുള്ള കാര്യം ഞാൻ കേട്ടതേ ഇല്ലല്ലേ? ഇല്ല പടവിട. എന്തായാലും കൊള്ളാം, ഒന്ന് കൈയടിച്ച് പോട്ടെ തമ്പി. എന്താ മോളുടെ പേര്? ഇഷാനി. തിരുവനന്തപുരം. ട്രിവാൻഡ്രത്ത് ബാലരാമപുരം. ഇവിടെ ഇപ്പോൾ ഹോസ്റ്റലിൽ ഇരിക്കുന്നു. അപ്പം നമുക്ക് ആക്ടിങ്ങിലേക്ക് പോകും അല്ലേ? റെഡി, ആക്ഷൻ. ചെകുത്താന് പറഞ്ഞ ചെകുത്താനെ, എന്നിട്ട് നീ എന്തെല്ലാം നേടി? ഈ ചുവരുകൾക്കും ഇട്ടിരിക്കുന്ന കുപ്പായത്തിനും തിന്ന ചോറിനും എല്ലാം ചോരയുടെ രുചിയും മണവുമല്ലേ? കട്ടും കടത്തിയും നീ ഉണ്ടാക്കിയ നോട്ടുകെട്ടുകൾക്ക് മുകളിൽ കിടന്നുറങ്ങിയിട്ട് നിനക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? ചെയ്ത പാപങ്ങൾക്ക് ശമ്പളം പറ്റിയവരാണ് നമ്മൾ. മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത ഒരു കുട്ടിയായി ഞാനോ
എനിക്കും കട്ടിലിൽ ചെങ്ങലയിൽ കിടക്കുന്ന ഭാര്യയും ഒരു പാവം മോനും നിനക്കും. മാനസാന്തരം എന്ന ഈ വാക്ക് അർപ്പോണ്ട് പറയേണ്ട വാക്കല്ല. മനുഷ്യൻ ഒരു വെറും മനുഷ്യനായി ജീവിക്കാനല്ലേ ഞാൻ നിന്നോട് ചോദിച്ചുള്ളൂ. അതിൻ്റെ പേരിൽ നീ എനിക്ക് വിധിച്ചത് മരണമാണ്. ഇല്ല പടവീട, ഷൺമുഖനല്ല, മരിക്കേണ്ടത് നീയാണ്. നല്ല ഇയർ അപ്പിയേഴ്സ് ചെയ്തിരിക്കുന്നത് കൊള്ളാം കേട്ടോ. താങ്ക് യു. ഇങ്ങനെ അഭിനയിച്ചാലേ ചെരിപ്പ് ഉറപ്പാ. ഒരുത്തരം ഇവിടെ ഇരിക്കണ്ട. അല്ല ബാലു, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടുകാർ നാടകം എന്താണെന്ന് മനസ്സിലാക്കട്ടെ, കണ്ടു പഠിക്കട്ടെ. നല്ല വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. വർക്കൗട്ട് ഇപ്പൊ നിന്ന് നിൽക്കും. അതാ നല്ല ആ ഒരു സ്ട്രക്ചർ ഉണ്ട്. എവിടെയാണ് ഷാജഹാന്റെ വീട്? എൻ്റെ വീട് തൊടുപുഴ. തൊടുപുഴയാണ്. ഏതിലാകുമ്പോൾ പഠിക്കുന്നത്? ഞാനിപ്പോ BCA സെക്കൻഡ് ഇയർ. ഷാജഹാൻ നല്ലൊരു ഗായകൻ കൂടിയാണ്. പാട്ട് പാടാൻ രണ്ടുപേരും എനിക്കറിയാം. അവിടെ നീ നല്ല ഗായകൻ. അറിയാൻ പറ്റില്ല ചേട്ടാ. രണ്ടുപേരും എന്തെങ്കിലും പാടിയോ? ലിറിക്സ് ഒന്നും അറിയത്തില്ല. വേണ്ടെന്ന് നല്ല അർത്ഥമുള്ള പാട്ടാണ്. പാടിക്കും. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴകോറും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. അഴകോറും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. നിരാശ കാമുക ലോകത്തിൽ ഒരു പ്രധാനിയായി നിന്നു, പരീക്ഷയിൽ ഞാൻ തുന്നം പാടിയില്ലേ. കപ്ലികൾ കൊണ്ടൊരു കൊട്ടാരത്തിൻ മുന്നിൽ പകച്ചു നിന്നു, മാതാപിതാക്കൾ ഗുണ്ടകളായില്ലേ. ഇലഭ്യനായി വിഷമ്മനായി പിരാന്തനായി ഞാൻ നിന്നു, ഇലഭ്യനായി വിഷമ്മനായി പിരാന്തനായി ഞാൻ നിന്നു. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. ഇതാണോ പാട്ട് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് പാടി. ഈ പാട്ട് ഞാൻ ഗൾഫ് ഷോ ഒക്കെ നമ്മൾ ബേസിക്കലി നമ്മൾ ഡാൻസ് ഷോയും ഗ്രൂപ്പും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഗൾഫ് ഷോയ്ക്ക് ചെയ്ത സമയത്ത് അന്ന് നസ്രിയല്ലേ ഫഹദ് ഫാസിലിൻ്റെ, അന്ന് ഫഹദിനെ വിവാഹം കഴിച്ചിട്ടില്ല. ജീവൻ ടി വിയിലെ മറ്റൊരു പ്രോഗ്രാം ആങ്കർ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവർ ഗൾഫിൽ സെറ്റിൽഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴും എൻ്റെ കൂടെ ഉള്ളൊരു ഡാൻസറിന് വയ്യാണ്ട് വന്നു. അങ്ങനെ ഈ കുട്ടി പാടാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, ഫിറോസക്ക ഞാൻ കൂടെ ഡാൻസ് ചെയ്യട്ടോ, എന്നെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ദിവസം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പഠിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ഈ ഡാൻസ് പഠിച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ചൊരു ഗൾഫ് ഷോ ചെയ്തിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ പാട്ടോടെ ആ സീക്വൻസാണ് എനിക്ക് ഓർമ്മ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. ഓക്കെ, റെഡി, ആക്ഷൻ. എടാ ചെകുത്താന് പറഞ്ഞ ചെകുത്താനെ, നീ എന്തെല്ലാം നേടി നീ. അങ്ങനെയല്ലേ? എന്തെന്നായിരുന്നു? വേറൊന്നും തോന്നരുത് കേട്ടോ, ഡയലോഗിന് പഞ്ച് പോരാട്ടോ. എന്തെല്ലാം നേടി നീ. ഈ ചൂരുകൾക്കും ഇട്ടിരിക്കുന്ന കുപ്പായത്തിനും തിന്നുന്ന ചോറിനും ചോരയുടെയും മണവും രുചിയുമല്ലേടാ. കട്ടും കടത്തി നീ ഉണ്ടാക്കിയ നോട്ടുകെട്ടുകൾക്ക് മീതെ എന്തെങ്കിലും സമാധാനമായിട്ട് കിടന്നിട്ടുണ്ടോ? ചെയ്ത പാപങ്ങൾക്ക് ശിക്ഷ കൈപ്പറ്റി ശമ്പളം മേടിച്ചവരാണ് നമ്മൾ. ഏത് രൂപത്തിലാണ് മേടിച്ചത്? അത് എന്തെങ്കിലുമൊക്കെ രീതിയിലായിരിക്കുമല്ലോ. പുള്ളിയുടെ മകൻ മിണ്ടാനും സംസാരിക്കാനും മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത കുട്ടി രൂപത്തിൽ എനിക്കും, കട്ടിലിൽ ചങ്ങലയ്ക്ക് കിടക്കുന്ന ഭാര്യയും ഒരു പാവം മോനും നിനക്കും. മാനസാന്തരം ഒരു അറപ്പുള്ള വാക്കായിട്ട് നീ പറയേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനായി ജീവിക്കാൻ മാത്രമേ ഞാൻ നിന്റെ അടുത്ത് ആവശ്യപ്പെട്ടുള്ളൂ. അതിന്റെ പേര് നീ എനിക്ക് വിധിച്ചത് മരണമായിരുന്നു. ഇല്ല പടവീടാ, മരിക്കേണ്ടത് ഞാനല്ല, നീയാണ്. പോരെ? പാട്ട് ഗംഭീരം. ഓക്കെ, ബൈ ബൈ. എല്ലാം വളരെ പെട്ടെന്നായി പോയി. വാ മുമ്പ് അത്
എൻ്റെ അടുത്ത് ആരെന്ന് വെച്ചപ്പോൾ ആനിങ്ങനെ കാണിച്ചത് സൂപ്പർ ആക്ടറാണ്. എന്താ മോൻ്റെ പേര്? എൻ്റെ പേര് അൻവർഷ. അൻവർഷ എവിടെയാണ് നാട്? എൻ്റെ തൊടുപുഴയാണ്. നമുക്ക് തുടങ്ങിയാലോ? ഏത് ക്ലാസ്സിലൂടെ പഠിക്കും? ഞാൻ BCA. ആക്ഷൻ. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. എടാ ചെകുത്താനെ പറഞ്ഞ ചെകുത്താനെ, എന്നിട്ട് എന്തെല്ലാം നേടി നീ? ഈ ചുവരുകൾക്കും നീട്ടിരിക്കുന്ന ഈ കുപ്പായത്തിനും നീ തിന്ന ചോറിനും ചോരയുടെ രുചിയും മണവുമല്ലേടാ. കട്ടും കടത്തി നീ ഉണ്ടാക്കിയ നോട്ടുകെട്ടുകൾക്ക് മുകളിൽ നീ എത്ര നാൾ സ്വസ്ഥമായി ജീവിക്കും? അല്ല, കിടന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. ചെയ്ത പാപങ്ങൾക്കൊക്കെ ശമ്പളം പറ്റിയവരാണ് നമ്മൾ. കേൾക്കാനും സംസാരിക്കാനും ത്രാണിയില്ലാത്ത ഒരു കൊച്ചിൻ്റെ രൂപത്തിൽ നിനക്കും, കട്ടിലിൽ ചങ്ങലയിൽ കിടത്തിയ ഒരു ഭാര്യയുടെ കൊച്ചിൻ്റെ രൂപത്തിൽ സോറി നല്ല ഫോമിലാണല്ലോ. എന്നാ ഫോമിലല്ലാത്ത കട്ടിലിൽ ചങ്ങലയിൽ ഒരു ഭാര്യയും കൊച്ചും ആയി നിനക്കും. കൊച്ചിനെയും ചങ്ങലക്കിട്ടിരിക്കുകയാണ്. ഭാര്യയും ഒരു കൊച്ചും നിനക്കും. മാനസാന്തരം നീ അത്ര അടപ്പോട് പറയേണ്ട ഒരു വാക്കല്ല. മനുഷ്യനായി, വെറും മനുഷ്യനായി ജീവിക്കാൻ മാത്രമേ ഞാൻ നിന്നോട് പറയുന്നുള്ളൂ. അതിന് നീ എനിക്ക് തന്ന ശിക്ഷ മരണമാണ്. ഇല്ല പടവീര, ചാകേണ്ട നീയല്ല, ചാകേണ്ട ഞാനല്ല. അല്ല, ഗതികെട്ട ഒരു പയ്യന്റെ മനസ്സ് ചേട്ടെങ്കിലും മനസ്സിലാക്കണം, എന്നോട് പാപ്പാക്കണം. ചാകേണ്ട ഷൺമുഖനല്ല, നീയാണ്. താങ്ക് യു. അത്രേ ഉള്ളൂ. കേട്ടോ. ഞാൻ പോകുന്നു. ബൈ ബൈ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? BSW സെക്കൻഡ് ഇയർ. നാട്? തൊടുപുഴയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ലുക്ക് കണ്ടിട്ട് ഈ സമൂഹത്തോട് പറയാൻ എന്തൊക്കെയോ കൊതിക്കുന്നുണ്ട്. നമ്മൾ സന്തോഷം ഡ്രഗ്സിൽ കൂടെയും വയലൻസിൽ കൂടെയും കണ്ടെത്താതെ വേറെ രീതിയിൽ കണ്ടെത്താൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. അതാ പോയിന്റാണോ? നല്ലൊരു ഐഡിയ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി, ആക്ഷൻ. എടാ ചെകുത്താന് പറഞ്ഞ ചെകുത്താനെ, എന്നിട്ട് എന്തെല്ലാം നേടി നീ? ഈ ചുവരുകൾക്കും ഇട്ടിരിക്കുന്ന ഡ്രസ്സിനും നീ കഴിക്കുന്ന ചോറും എല്ലാം ചോരയുടെ രുചിയും മണവും ഉള്ളതല്ലേടാ. കട്ടും കടത്തിയും നീ ഉണ്ടാക്കിയ നോട്ടുകെട്ടുകൾക്ക് മുകളിൽ സ്വസ്ഥമായി നീ കടന്നിട്ടുണ്ടോ? ചെയ്ത പാപങ്ങളുടെ ശമ്പളം പറ്റിയവരാണ് നമ്മൾ. നീ പറഞ്ഞ സത്യമാണോ? കേൾക്കാനും മിണ്ടാനും ത്രാണിയില്ലാത്തൊരു മകനായ എനിക്കും, കട്ടിലിൽ ചങ്ങലയ്ക്ക് കിടക്കുന്ന ഭാര്യയും ഒരു പാവം മോനും നിനക്കും. അരുമയാണ് നടിപ്പ്. മാനസാന്തരം അതത്ര വെറുപ്പോട് പറയേണ്ട വാക്കല്ല. മനുഷ്യനായി, വെറും ഒരു മനുഷ്യനായി എന്നെ വിട്ടേക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞുള്ളൂ. അതിന് നീ എനിക്ക് വിധിച്ച ശിക്ഷ മരണമാണ്. ഇല്ല വടവീട, ഷൺമുഖനല്ല, നീയാ മരിക്കണ്ടേ. പ്രതിവട്ട എങ്ങനെയുണ്ട്? സൂപ്പർ. താങ്ക് യു. ഇങ്ങളെ ഓനെ എങ്ങനെ സഹിക്കുന്നപ്പാ? യെസ്, നല്ല ചിരിയാണല്ലോ. ഭയങ്കര കോൺഫിഡൻസ് നിറഞ്ഞതാണ്. ചിരിക്കുക എന്നുള്ളതൊരു വലിയ കഴിവാണ്. അപ്പോൾ നമ്മൾ ആരെ കണ്ടാലും ഒന്ന് ചിരിച്ച മുഖത്തോട് നിൽക്കുകയാണെങ്കിൽ അവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അത് പറയുമ്പോൾ ചിരി പോയാ? എന്താണ് മോളുടെ പേര്? എൻ്റെ പേര് സോന. ഇങ്ങോട്ടോ. സോന സ്വർണ്ണമെന്നാണോ അർത്ഥം? അങ്ങനെ അർത്ഥമുണ്ട്. എവിടെയാണ് നാട്? കൂത്താട്ടോളം. ഏത് നമ്മൾ പഠിക്കുന്നത്? M.Com. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? പാട്ട് പാടുവോ? ഇല്ല. റെഡി, ആക്ഷൻ. എടാ ചെകുത്താന് പറഞ്ഞ ചെകുത്താനെ, എന്നിട്ട് എന്തെല്ലാം നേടി നീ? ഈ കുപ്പായവും. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഈ ചുവരും ഇട്ടിരിക്കുന്ന കുപ്പായവും തിന്നുന്ന ചോറിനും ചോരയുടെ നിറവും മണവും ഇല്ലേടാ. കട്ടും കടത്തിയും നീ ഉണ്ടാക്കിയ നോട്ടുകെട്ടുകളുടെ മുകളിൽ നീ എന്തെങ്കിലും സ്വസ്ഥമായി ഇറങ്ങിയിട്ടുണ്ടോ? ഉറങ്ങിയിട്ടുണ്ടോ? ഇത് ഞാൻ കലക്കും. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം ഞാൻ അടിച്ചെടുക്കും. ചെയ്ത പാവങ്ങൾക്ക് എന്നെയൊന്നും പറയല്ലേ. ഞാൻ നിസ്സഹായനാണ്. ഐ ആം ഹെൽപ്ലെസ്. ചെയ്ത പാവങ്ങൾക്ക് ശമ്പളം പറ്റിയവരാ നമ്മൾ. മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത മോനും ചങ്ങലയ്ക്ക് കിടക്കുന്ന എന്റെ ഭാര്യയും. ചങ്ങലയ്ക്ക് കിടക്കുന്ന എന്റെ ഭാര്യയും എന്തോ അഭിമാനത്തോടെ അതല്ലേ പറയുന്നത്. എന്റെ പുഷ്പാങ്കത, നിന്റെ അധോഗതി. കട്ടിലിൽ ചങ്ങലയ്ക്ക് കിടക്കുന്ന ഭാര്യയും ഒരു പാവം മോനും
നിനക്കും. മാനസാന്തരം അതത്ര അറപ്പോടെ പറയേണ്ട വാക്കല്ല. ഒരു മനുഷ്യനായി ഇത് പഠിച്ചില്ലേ ഒന്നും? മറന്നുപോയത് ടെൻഷൻ. ആ ഒരു കാര്യം ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ ക്യാമറ ഓൺ ആയിരിക്കെ തന്നെ ഒന്ന് പഠിക്കാൻ പറ്റുമോ നോക്ക്. പെട്ടെന്ന് പഠിച്ച് ആക്ട് ചെയ്ത് പറയണം. ഇനി ഞങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല. ഇനി ഞങ്ങൾ അതാണ് സ്ക്രിപ്റ്റ് വന്നത്. പെട്ടെന്ന് പറ. 4 വേർഡുള്ള ആ കോണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ഞങ്ങൾ ക്യാമറ കട്ട് ചെയ്തത് ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും പഠിക്കുന്നത്. A few moments later. One eternity later. The next day. ചെയ്ത പാവങ്ങൾക്ക് ശമ്പളം പറ്റിയവരാണ് നമ്മൾ. കട്ടിലിൽ കിടക്കുന്ന ഭാര്യ സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഓക്കെ, ചങ്ങലക്ക് കിടക്കുന്ന ഭാര്യ. ഭാര്യ. പിന്നെ ഒരാൾ കൂടെ ഉണ്ടല്ലോ. ആരാ? മോനെ. പാവം മോനെ. റെഡി. മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത കൊച്ചിന്റെ രൂപത്തിൽ നിനക്കും ചങ്ങലയിൽ എനിക്കും. മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത കൊച്ചിന്റെ രൂപത്തിൽ എനിക്കും കട്ടിലിൽ കിടക്കുന്ന ചങ്ങലയിൽ കിടക്കുന്ന ഭാര്യയ്ക്കും പിന്നെ മോനും. അപ്പൊ ഇയാൾ ആദ്യം പറയുമ്പോൾ ഞാൻ പറയണ്ട, ഇയാൾ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു. മിണ്ടാനും കേൾക്കാനും കൊച്ചിന്റെ രൂപത്തിൽ. ഇത് ഞാൻ കളിക്കുന്നില്ല ഇനി കേട്ടോ. മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത മോൻ നിനക്കും. അങ്ങനെയല്ലേ? മിണ്ടാനും കേൾക്കാൻ എനിക്ക്. മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത മോൻ എനിക്കും കട്ടിലിൽ ചങ്ങലിൽ കെട്ടിയിരിക്കുന്ന ഭാര്യയും പിന്നെ ഒരു മോനും നിനക്ക്. എന്തോ ഇത് മക്കൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചോ കണക്ക് പറയുന്ന കൈപ്പോയല്ലേ. അരിച്ചു പറക്കുന്ന മര്യാദക്ക് പന്താടോ. ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഇനി രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ റെഡി. അരിച്ചു പറക്കല്ലേ വേണ്ടു. എന്തോ എഴുതുന്ന എഴുതുകയാണല്ലോ. കൊച്ചെനിക്കും പിന്നെ പ്രാണിയില്ലാത്ത കൊച്ചെനിക്കും മോനും. ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്. പ്രാണിയില്ലാത്ത കൊച്ചിന്റെ രൂപം. മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത കൊച്ചെനിക്കും കട്ടിലിൽ ചെങ്ങലക്കിട്ടിരിക്കുന്ന ഭാര്യയും മോനും എനിക്കും. മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത കൊച്ചെനിക്കും കട്ടിലിൽ ചെങ്ങലക്കിട്ടിരിക്കുന്ന ഭാര്യയും മോനും നിനക്കും. മാനസാന്തരം അത് അറപ്പോടെ പറയേണ്ട വാക്കല്ല. മനുഷ്യനായി വെറും മനുഷ്യനായി വിട്ടയക്കണം എന്ന് അപേക്ഷിക്കുന്നത്. സ്വന്തം കാര്യം വെറും മനുഷ്യനെ ವಿಟ್ಟೈಕಣೋನು. 5 ಕಸಿನ್ಸ್ ನೆಲ್ಲಿಯಾರಾವದು ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತ್ತಂದು ನಮೋವಾಗಂ ತಾತ್ತಂದು ತತ್ತಂದು പോയി പോയി പോയി. മനുഷ്യനായി വെറും മനുഷ്യനായി വിട്ടയക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി പറഞ്ഞു. അതിന് നീ വിധിച്ച ശിക്ഷ മരണമായിരുന്നു. ഇല്ല പടവീട. മരിക്കേണ്ടത് ഷൺമുഖനല്ല, നീയാണ്. കയ്യൊക്കെ തണുത്ത് വിറയ്ക്കുന്നു. ഓക്കെ, താങ്ക് യു. ആരെയാണോ കണിയേണ്ടത്? എന്താ പേര്? ക്രിസ്റ്റീന. നാട് എവിടെയാ? മുട്ടം. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? M.Com സെക്കൻഡ് ഇയർ. ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ? സെക്കൻഡ് ഇയർ. ആള്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ കൂടുതൽ കുഴപ്പിക്കുന്നില്ല. നമുക്ക് ഒരു പാട്ടിലേക്ക്. അയ്യോ എല്ലാം എനിക്ക് പാട്ടറിയാൻ പാടില്ല. ഓടി വിടുന്നു പാട്ട്. എന്നാ ശരി, ആക്ഷൻ. അയ്യോ ഹാർട്ട് ബീറ്റ് കൂടുന്നു. ഒരു മിനിറ്റ്, തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം നമ്മളിങ്ങനെ ഒരു മിനിറ്റ്. എടാ ചെകുത്താന് പറഞ്ഞ ചെകുത്താനെ, എന്നിട്ട് എന്തെല്ലാം നേടി നീ? ഈ കാണുന്ന ചുവരും ഇട്ടിരിക്കുന്ന കുപ്പായത്തിനും തിന്നുന്ന ചോറിനും ചോരയുടെ രക്തത്തിന്റെ മണവും രുചിയും അല്ലേടാ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. കട്ടും കടത്തിയും നീ ഉണ്ടാക്കിയ നോട്ടുകെട്ടുകൾക്ക് മുകളിൽ എത്ര നാൾ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്.
ചെയ്ത പാവങ്ങൾക്ക് ശമ്പളം പറ്റിയവരാ നമ്മൾ. ഇതിപ്പോ റാപ്പ് പാടുന്ന ചെയ്ത പാവങ്ങൾക്ക് ഇപ്പൊ ശമ്പളം പറ്റിയവരാ ഇങ്ങനെ പോകുന്നത്. നമുക്ക് അതല്ല വേണ്ടത്. മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത ഒരു കൊച്ചിന്റെ രൂപത്തിൽ എനിക്കും, കട്ടിലിൽ ചങ്ങലയിൽ കിടക്കുന്ന ഭാര്യയും ആ ഒരു പാവം മോനും നിനക്കും. മാനസാന്തരം അതത്ര അറപ്പോടുകൂടി പറയേണ്ട വാക്കല്ല നീ. വെറും മനുഷ്യനായി എന്നെ ജീവിക്കാൻ വിട്ടേക്കണേ എന്നാ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അതിന് നീ എനിക്ക് വിധിച്ച ശിക്ഷ മരണമായിരുന്നു. അല്ല പടവീട മരിക്കേണ്ടത് ഷൺമുഖനല്ല, നീയാണ്. നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. യെസ്, പേരെന്താണ്? അശ്വതി. അശ്വതി ഏത് ക്ലാസ്സിലാണ് അശ്വതി? ഞാൻ ബികോം ഫസ്റ്റ് ഇയർ. ഇവിടെ തന്നെ തൊടുപുഴ തന്നെയാണ്. അപ്പോൾ അശ്വതി മനോഹരമായി പാടുമെന്നൊക്കെ പറയുന്നില്ല, മനോഹരമായി പക്ഷെ ആക്ട് ചെയ്യുമെന്നറിയാം. പിന്നെ ഓക്കെ, റെഡി. എടാ ചെകുത്താന് പിറന്ന ചെകുത്താനെ, എന്നിട്ട് എന്തെല്ലാം നേടി നീ? ഈ ചുവരുകൾക്കും ഇട്ടിരിക്കുന്ന കുപ്പായത്തിനും തിന്നുന്ന ചോറിനും ചോരയുടെ രുചിയും മണമല്ലേ? അയ്യോ, അത് കഴിഞ്ഞിട്ട് നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. കട്ടും കടത്തി നീ ഉണ്ടാക്കിയ നോട്ടുകെട്ടുകൾക്ക് മുന്നിൽ എന്തെങ്കിലും നീ സമാധാനമായി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ? അത് കഴിഞ്ഞ ചെയ്ത പാവങ്ങൾക്ക് ശമ്പളം പറ്റിയവരാ നമ്മൾ. മിണ്ടാനും കേൾക്കാനും കഴിയാത്ത മോളുടെ രൂപത്തിൽ എനിക്കും, അല്ല മോന്റെ കൊച്ചിന്റെ രൂപത്തിൽ എനിക്കും, കട്ടിലിൽ ചങ്ങലയ്ക്ക് കിടക്കുന്ന ഭാര്യയും മോന്റെ രൂപത്തിൽ നിനക്കും. അത് കഴിഞ്ഞല്ല മാനസാന്തരം. അത് നീ അത്ര അറപ്പോടെ പറയേണ്ട വാക്കല്ല. ഒരു മനുഷ്യനായി ജീവിക്കാനേ, വെറും ഒരു മനുഷ്യനെ ജീവിക്കാൻ വിടാനേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞു. അതിനുള്ള ശിക്ഷ, അതിന് നീ എനിക്ക് വിധിച്ച ശിക്ഷ മരണമായിരുന്നു. അല്ല പടവീട, മരിക്കേണ്ടത് ഷൺമുഖനല്ല, പടവീട മരിക്കേണ്ടത് ഷൺമുഖനല്ല, നീ അത്രയല്ലേ ഉള്ളൂ. അതെ അല്ലേ. ഇനി ഇവിടെ നിന്നാ എന്റെ ശവം കാണാനുള്ള യോഗം പോലും എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉണ്ടാവില്ല. രക്ഷപ്പെടണം. വന്ന് നിന്നുന്ന ചിരിയാണല്ലോ. എന്താ പേര്? അനു. എവിടെയാ നാട്? അടിമാലി. ഇവിടെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? BSW. തുടങ്ങിയല്ലോ നമുക്ക്. ചിരി വരുന്നു. ഇതൊക്കെ എന്തെന്ന് കോമഡിയാണെന്ന്. ഒരു മിനിറ്റ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ് പറഞ്ഞു. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. എന്തോ ഇല്ല, ഞാൻ ഡയലോഗ് പറയാം. ഇല്ല, ഇതെനിക്ക് വേണ്ടത് ഡയലോഗ് പറയാൻ. പാട്ട് പാടും? ഇല്ല. എടാ ചെകുത്താന് പിറന്ന ചെകുത്താനെ, ഒന്നോടെ. എടാ ചെകുത്താന് പിറന്ന ചെകുത്താനെ, എന്നിട്ട് എന്തെല്ലാം നേടി നീ? ഈ ചുവരുകൾക്കും ഇട്ടിരിക്കുന്ന കുപ്പായത്തിനും തിന്നുന്ന ചോറിനും ചോരയുടെ രുചിയും മണവുമല്ലേടാ? കട്ടും കടത്തിയും നീ ഉണ്ടാക്കിയ നോട്ടുകെട്ടുകൾക്ക് മുകളിൽ സ്വസ്ഥമായി കിടന്നുറങ്ങിയിട്ടുണ്ടോ? ചെയ്ത പാപങ്ങൾക്കെല്ലാം ശമ്പളം പറ്റുന്നവരാ നമ്മള്. മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത ഒരു മകന്റെ രൂപത്തിൽ എനിക്കും, കട്ടിലിൽ ചങ്ങലയ്ക്ക് കിടക്കുന്ന ഒരു ഭാര്യയും ഒരു പാവം മോൻ നിനക്കും. മാനസാന്തരം എന്ന വാക്ക് അത്ര അറപ്പോടെ പറയേണ്ട വാക്കല്ല. വെറും ഒരു മനുഷ്യനായി ജീവിക്കാൻ വിട്ടേക്കെന്നേ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. അതിന് നീ എനിക്ക് വിധിച്ച ശിക്ഷ മരണമാണ്. ഇല്ല പടവീട, ഷൺമുഖനല്ല, മരിക്കേണ്ടത് നീയാണ്. സ്ക്രിപ്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞു, ഒരു തെറ്റുമില്ലാതെ. ഇനി ഇത് അഭിനയിച്ച് അദ്ദേഹം കാണിക്കുന്നതായിരിക്കും. അഭിനയിക്കണം, ഇങ്ങനെ നിന്നോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കണം. ഇതൊക്കെ ബ്ലൂ ബൾബ് പറയാം. റെഡ് ബൾബ് ബ്ലൂ ബൾബ് മൂന്നാണ് വരെ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, 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 റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഓക്കെ, താങ്ക് യു. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി.
എന്താ മോൻ്റെ പേര്? എൻ്റെ പേര് ആൽബിൻ. ആൽബിന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണുള്ളത്? അങ്ങനെ വലിയതായിട്ടൊന്നും പാട്ട് പാടൽ, ഇല്ല. ഡാൻസ് ഒന്നുമില്ല. ഇല്ല. പഠിത്തം തന്നെയാണ് മെയിൻ. പഠിത്തം ഇല്ല. പഠിത്തം ഇല്ലേ? അല്ല ഉണ്ട്, എന്നാൽ അത്രയില്ല. എന്നാ ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ എംകോ. തുടങ്ങിയല്ലോ നമുക്ക്. പേരൊന്നുകൂടെ പറഞ്ഞു. ആൽബിൻ. ആൽബിൻ. ഓക്കെ. നാട്? നഡീസർ. തുടങ്ങാം. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? ആൽബിൻ റെഡി. ആക്ഷൻ. എടാ ചെകുത്താനും പറഞ്ഞ ചെകുത്താനെ, എന്നിട്ട് എന്തെല്ലാം നേടി നീ? ഈ ചുവരുകൾക്കും ഇട്ടിരിക്കുന്ന കുപ്പായത്തിനും തിന്നുന്ന ചോറിനും ചോരയുടെ മണവും രുചിയും അല്ലേടാ. കട്ടും കടത്തിയും നീ ഉണ്ടാക്കിയ നോട്ടുകെട്ടുകളുടെ മുകളിൽ എന്തെങ്കിലും സ്വസ്ഥമായി ഉറങ്ങിയിട്ടുണ്ടോ? ചെയ്ത പാവങ്ങൾക്ക് ശമ്പളം പറ്റിയവരാണ് നാമല്ല. മിണ്ടാനും കേൾക്കാനും പറ്റില്ലാത്ത ഒരു കൊച്ചിൻ്റെ രൂപത്തിൽ എനിക്കും കട്ടിലിൽ ചങ്ങലയിൽ കിടക്കുന്ന ഭാര്യയും ഒരു മോനും നിനക്കും. പൊന്നോ ഒടുക്കത്ത അഭിനയം. മാനസാന്തരം അത്ര അറപ്പോടെ പറയേണ്ട വാക്കല്ല. ഒരു മനുഷ്യനായി, വെറും ഒരു മനുഷ്യനായി വിട്ടേക്കെന്നേ നിന്നോട് ഞാൻ പറഞ്ഞുള്ളൂ. അതിന് നീ വിധിച്ച ശിക്ഷ മരണമാണ്. ഇല്ല പടവീട, ഷൺമുഖനല്ല, നീയാണ് ചാവേണ്ടത്. ഭാര്യനെ. ഫാൻ തന്നെയല്ലേ ഞാനും പറയുന്നത്. ഭാവിയല്ല, ഭാവി. ഭാവി ഭാവി. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തേ. ഭാര്യ കറണ്ട് കണ്ടുപിടിച്ചാൽ മൈക്കിൾ ഫാരഡേ. താങ്ക് യു സാർ. അവർ രക്ഷപ്പെട്ടതിൻ്റെ ഒരു സന്തോഷമാണ്. പോയിക്കോ നീ. എടാ മിടുക്ക, നീ ചില സമയത്തുണ്ടല്ല ഒരു സംഭവമാടാ. ആണോ? സത്യമായിട്ട് ചില സമയത്ത് മാത്രം. തൽക്കാലം നമ്മൾ ഈ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്ക് സത്യത്തിൽ ഇവിടെ അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. അത്രമേൽ ബ്രില്യൻറ്റും വളരെ കോമഡിയൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഫുൾ പാക്ഡ് എനർജി ആയിട്ടുള്ള കുട്ടികളാണ്. എങ്കിലും നമ്മുടെ സമയപരിമിതി കാരണം ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. പക്ഷേ ഈ കോളേജ് വിട്ട് പോകുന്നില്ല. ഇനിയൊരു എപ്പിസോഡ് കൂടെ ചെയ്യാനുണ്ട്. അതവിടെ കുട്ടികൾ റെഡിയായി നിൽക്കുകയാണ്. താൽക്കാലികമായിട്ട് നമ്മൾ ഇവിടെ പറയുകയാണ്. ഗുഡ് ബൈ.